സർ, ഞാൻ ഈ പറയുന്നൊന്നും സാറിന് മനസ്സിലാവുന്നില്ലേ? ഇപ്പോഴുള്ള റെസ്ട്രിക്ഷൻസ് തന്നെ റിഡിക്കുലസ്. ഞങ്ങൾ പിന്നെ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് സാർ ഈ പറയുന്നത്? ഈ ലിക്കർ ഷോപ്സിന്റെ കാര്യം ഡേ ബൈ ഡേ കൂടുതൽ ഗ്രാൻഡ് ആയിക്കൊണ്ടിരിക്കുക. സമ്മതം ലൈക്ക് ഷോപ്പിംഗ് മാൾസോ ഷോറൂംസ് റൈറ്റ് നൗ. ആൾക്കാർക്ക് എന്ത് ഈസിയാണ് ടു വാക്ക് ഇൻ ബൈ എ ബോട്ടിൽ ആൻഡ് ഗെറ്റ് ഔട്ട്. അവർക്ക് ഈ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എന്താ? കാശല്ലേ? ഓക്കെ, just make sure that this news doesn't come out right now. Okay, that's all I'm asking for. Okay? Yeah. Okay, thank you. എന്താ കാര്യം? കുറെ ഒഫീഷ്യൽസ് കയറി ചെയ്തു, സ്കൂളിൽ പിള്ളേരുടെ ബാഗൊക്കെ റെയ്ഡ് ചെയ്തു, അതിന് സിഗരറ്റ്സ് കിട്ടിയെന്ന്. ന്യൂസ് ചാനൽസ് ഒക്കെ ഭീകര എമൗണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുത്തില്ലേ അടുത്ത വലിയ സെൻസേഷണൽ ന്യൂസ് ആയിട്ട് ഇത് വിടും. ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയിൽ അച്ഛൻ്റെ വഴി ഒരു ഫ്രണ്ട് ഉണ്ട്, എന്തായാലും പുള്ളിനെ വിളിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. കുട്ടികളുടെ ബാഗിൽ നിന്ന് സേർട്ട് പിടിക്കാന്നൊക്കെ പറഞ്ഞ നമുക്കത് ആക്ച്വലി അവർക്ക് കുറച്ചുകൂടെ ആക്സസ് ചെയ്യാൻ, ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു രീതി കണ്ടുപിടിക്കണം. ലൈക്ക് ഏതെങ്കിലും ആപ്പ് എന്നൊക്കെ ഓർഡർ ചെയ്ത് അവർക്കത് തിരുത്താൻ പറ്റുമെങ്കിൽ that'll be a lot smoother, right? What do you think? We must stop it, sir. Stop it? Why? കുട്ടികളാണ്. അവ കഴിഞ്ഞ ക്വാർട്ടറിലെ ഗ്രോത്ത് ഫിഗേഴ്സ് ഭയങ്കര ലോ ആയിരുന്നു. അവയ്ക്കതറിയാലോ. Do you not think that you're responsible for that? ഞാൻ ഈ കമ്പനി ജോയിൻ ചെയ്ത ആദ്യത്തെ ദിവസം നമ്മൾ ഈ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റും കാണിച്ചിട്ട് ഓരോരുത്തരും സിദ്ധിന് 300 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അറിവിൽ ആ കാശ് ഞാൻ ഈ കമ്പനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോഴും കുട്ടികൾ ആ ഡീലിൻ്റെ ഒരു ഭാഗമല്ലായിരുന്നു സെറ്റ്. ഞാനൊരു മീറ്റിങ്ങിനായിട്ട് മൈസൂർ പോയത്. കടയിൽ വെള്ളം വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാനൊരു സംഭവം കണ്ടു. 1 ബോട്ടിൽ നീർക്കൊടി. ഞങ്ങളുടെ ബ്രാൻഡ് അന്ന് ആ കുട്ടികൾ വാങ്ങിയത്. അത് കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്ക്ഡായി. Don't do it. സോ അവിനാഷ്, ഈ രാജ്യം മുഴുവനുള്ള നമ്മുടെ സെല്ലേഴ്സ് വാങ്ങിക്കാൻ വരുന്നവരുടെ വയസ്സ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രൊഡക്ട്സ് വിൽക്കാൻ എന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ കുട്ടികൾക്ക് സിഗരറ്റ് വിൽക്കില്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കണം. എന്നിട്ട് നമ്മൾ അത് ഉറപ്പുവരുത്തണം. അതിന് സർക്കാരിന്റെ നിയമമില്ലേ? അത് നമ്മുടെ ജോലിയല്ലല്ലോ. അതിനെപ്പറ്റിയൊന്നും ആരും ബോധോടല്ല സർ. നമ്മൾ വേണം അത് ഇൻസിസ്റ്റ് ചെയ്യാൻ. അല്ല, താനെന്താ ശബരിമലയ്ക്ക് വല്ലതും പോയോ? പെട്ടെന്നൊരു ബോധോദയം വന്ന പോലെ. ഞാൻ കുഞ്ഞായിരുന്നപ്പോ നാട്ടിൽ ഈ സിഗരറ്റിന്റെ ഷേപ്പിൽ മിഠായികൾ ഉണ്ടാവാറുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്? Yes, I remember. It was Phantom or something. Correct. But I don't think it exists now. അല്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്റെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. See, I think we should bring that back. സിഗരറ്റിന്റെ ഷേപ്പിലുള്ള മിഠായി, വേപ്സ് പോലെ ഇരിക്കുന്ന ക്യാൻഡീസ്, ഈ മിഠായികളുള്ളപ്പോ സിഗരറ്റ് കൈ പിടിക്കുന്നത് ഓക്കെ ആണെന്നുള്ളൊരു തോട്ട് സബ് കോൺഷ്യസ്ലി അവരുടെ മനസ്സിൽ വളരും. പിന്നെ അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരു ആക്ച്വൽ സിഗരറ്റ് എടുത്ത് കൈ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. Today's children are tomorrow's customers, right, Avi? ബിസി. What's up? Good time to talk? Yeah. Tell me. ഞാൻ വിടുകാടോ. വിട്ടോ? ലേറ്റ് ആയില്ലേ? എന്താ ദിയായിട്ട് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? Oh, you have to go pick her, right? Sid, I'm quitting. What is this? റെസിഗ്നേഷൻ ലെറ്ററോ? ഇവിടെ ആര് നിൽക്കണോ ആര് പോണോന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. എനിക്ക് വേണ്ടതെല്ലാം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സിഡിനെ പോലൊരു ബോസിനെ എനിക്കിനി കിട്ടില്ല എന്ന് പറയാം. അത് ഉറപ്പല്ലേ? എന്താണെന്നറിയോ? കാരണം ഇത് ഞാൻ തൽക്കാലം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു ബ്രേക്ക് എടുത്തു, ഒരു പെയ്ഡ് ലീവ്, 3 months, just go do something else. അല്ലെ പോട്ടെ 6 months, okay? Just go somewhere, have fun. ഒന്നിനെ പറ്റിയും ബോധർ ചെയ്യണ്ട. Go for a second honeymoon if you feel like, but I will see you here again. Sid, this is personal, man. Sorry. Okay, come on, man. തനിക്കറിയാലോ, പ്രവീൺ അങ്കിളായിട്ടുള്ള ഇഷ്യൂ തുടങ്ങിയ പിന്നെ ഞാൻ ആകെ പിടിവിട്ടിരിക്കുക. ഈ കമ്പനി പബ്ലിക് ആക്കാനുള്ള എല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ലൈക്ക് ലിറ്ററലി എവറിത്തിങ് ഇസ് ഡൺ ആൻഡ് റെഡി ആൻഡ് ഗുഡ് ടു ഗോ. പക്ഷെ അയാൾ എന്നെ കൂടെ നിൽക്കാൻ പോകുന്നില്ല.
യു ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് അവി. ഒരു വെക്കേഷന് പോയിട്ടോ. വിൽ ടോക്ക് അബൌട്ട് ദിസ് ലേറ്റർ പ്ലീസ്. യു റിലാക്സ്, ഞാൻ വിളിക്കാം. യാ. അബി, എൻ്റെ വണ്ടി നീ വെച്ചോ. ഏയ് എന്തിനാ? യു വേൺഡ് ഇറ്റ്.